ഹലോ. അങ്ങനെ എമ്പുരാൻ്റെ വിശേഷം പറയാൻ വേണ്ടി വന്നേക്കാണ്. പടം ഞാൻ കണ്ടിട്ട് ഇപ്പോൾ 1, 2 ദിവസമായി. പക്ഷേ ഇപ്പോഴാണ് എല്ലാം ഒന്ന് സെറ്റായി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ ഒരു ഗ്യാപ്പ് കിട്ടിയത്. പക്ഷേ ഇറ്റ് കൈൻഡ് ഓഫ് ഹെൽപ്ഡ് ബിക്കോസ് കുറേ പോയിന്റ്സ് ഒക്കെ നമ്മളിങ്ങനെ സമയം കിട്ടുമ്പോൾ ആലോചിച്ച് കൂട്ടി കുറേ പോയിന്റ്സ് ഒക്കെ കിട്ടുമല്ലോ. അങ്ങനെ കുറച്ച് പറയാൻ പോയിന്റ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ. സോ ഫോർ മീ ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൂവി വാച്ചിങ് എക്സ്പീരിയൻസ്. പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇറ്റ് വാസ് ഫൺ ആൻഡ് എൻഗേജിങ്. പക്ഷേ ഐ ഹാഡ് ഫ്യൂ മൈനർ ഇഷ്യൂസ് വിത്ത് ദ ഫിലിം. അത് ഡിഡിൻ എഫക്ട് മീ വൈൽ വാച്ചിങ് ദ ഫിലിം ദോ. പിന്നെ ലാലേട്ടൻ്റെ ഓറ ഫുൾ ഷോ ആണ് പടത്തിൽ. ഫുൾ അല്ല, ലാലേട്ടൻ വരുമ്പോഴൊക്കെ ലാലേട്ടൻ്റെ ആ ഒരു ഓറ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി സ്റ്റീഫൻ ക്യാരക്ടറാണ് കുറച്ചും കൂടി ഇംപ്രസീവ് ആയിട്ട് തോന്നിയത് അബ്രാമിനേക്കാളും, അബ്രാം ഖുറേഷി. പക്ഷേ പടത്തിൽ അധികം ഇല്ല സ്റ്റീഫൻ സീൻസ്. ഞാൻ കുറച്ചും കൂടെ സീൻസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ പടത്തിൽ സായിദ് ക്യാരക്ടർ പ്ലേഡ് ബൈ പൃഥ്വിരാജ്, പുള്ളിയുടെ ബാക്ക് സ്റ്റോറി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഈ പടത്തിൽ. അത് വാസ് റിയലി നൈസ്. ആ സീനുകളും അവർ ബാക്ക് സ്റ്റോറി ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നതൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് പറയുമ്പോൾ ക്യാമറ വാസ് റിയലി നൈസ്. പടത്തിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഒരു സിംഗിൾ ഷോട്ട് പോലെ തോന്നിക്കുന്ന ഒരു സീക്വൻസ് ആണ് വിച്ച് വാസ് റിയലി നൈസ്. ആൻഡ് ഐ വാസ് ലൈക്ക് ഓ വാവ്, അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ പടത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ജങ്കൻ ഷോട്ടുകളുണ്ട്. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓ അടിപൊളി, ഇതെങ്ങനെ ഷൂട്ട് ചെയ്തു നമുക്ക് തോന്നുന്ന പോലത്തെ കുറേ സീൻസ് ഉണ്ട്. പടത്തിൻ്റെ ആ ഒരു ഗ്രാൻഡ്യൂറും ലാൻഡ്സ്കേപ്പൊക്കെ പടം ബിഗ് ബഡ്ജറ്റ് പടമാണെന്നുള്ള ആ ഒരു ഫീല് നമുക്ക് വിഷ്വൽസിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ പടത്തിലെ കുറെ ബിൽഡപ്പ് സീൻസ് ഒക്കെ നൈസായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിമിലർ ഇവന്റ്സിനെ ഇങ്ങനെ സൈമിൾട്ടേനിയസ് ആയിട്ട് കാണിക്കുന്ന ഒരു എക്സിക്യൂഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ വാസ് നൈസ്. സോ ഓവറോൾ പൃഥ്വിരാജ് ആസ് എ ഡയറക്ടർ ആൻഡ് ഓൾസോ ദ DOP സുജിത് വാസുദേവ്, അവർ രണ്ടുപേരും അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈവൻ പ്രൊഡക്ഷൻ ക്വാളിറ്റി വാസ് റിയലി നൈസ്. ചില 1, 2 ഇൻസ്റ്റൻസസുകളിൽ നമുക്ക് സെറ്റിൻ്റെതായ എലമെന്റ്സ് കാണാൻ പറ്റുമായിരുന്നു. അതൊഴിച്ച് ഓവറോൾ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയത് പ്രൊഡക്ഷൻ ഡിസൈൻ ആൻഡ് ഓൾ ദാറ്റ്. ഓൾസോ പടത്തിലെ കുറേ സീക്വൻസസ് എല്ലാം റിയൽ ആണ്. സോ അത് പൃഥ്വിരാജ് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞായിരുന്നു, റിയൽ ലൊക്കേഷൻസ് പോയിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്, നമുക്ക് കാണുമ്പോൾ ആക്ച്വലി അത് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എനിക്ക് പ്രശ്നം തോന്നിയ കുറച്ച് കാര്യങ്ങളിൽ ഒരു സംഭവം സ്ക്രിപ്റ്റ് ആൻഡ് സ്ക്രീൻ പ്ലേ ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് പാർട്ടിൻ്റെ അത്ര ഒരു ഡെപ്ത് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രിറ്റി മച്ച് നമുക്കെല്ലാം ഓപ്പൺ ആയിട്ട് ഫസ്റ്റ് ഔട്ട് തന്നെ കാണിക്കും. നമുക്കറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകണമെന്ന്, കൈൻഡ് ഓഫ് പ്രെഡിക്റ്റബിൾ. സോ ഫസ്റ്റിലെ പോലെ അധികം മിസ്റ്ററി എലമെൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ ഓൾസോ ഉള്ള കുറേ ക്യാരക്ടേഴ്സ്, പുതിയ ക്യാരക്ടേഴ്സൊക്കെ വന്നവർക്ക് കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റിയിട്ടില്ല. പിന്നെ പടത്തിൽ ഓൾറെഡി കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് പുതിയ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അവർക്കും കൂടിയുള്ള സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ ടൈം ഉണ്ടായി കാണില്ല. പക്ഷെ എന്നാലും അതൊന്നും മര്യാദയ്ക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നി. ഈവൻ നമ്മുടെ ഓൾഡർ സം ക്യാരക്ടേഴ്സിന് ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ പറ്റാത്ത പോലെ തോന്നി. ആൻഡ് ഓൾസോ സ്ക്രീൻ പ്ലേയുടെ ആയിരിക്കും എനിക്ക് ഫസ്റ്റ് ഹാഫ് ഞാനിങ്ങനെ കുറേ മാസ് എലമെന്റ്സ് ഒക്കെ വരും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ തോന്നി. നമുക്ക് എൻഗേജിങ് ആണ്, അറ്റ് ദ സെയിം ടൈം ദർ കുഡ് ഹാവ് ബീൻ കുറച്ചും കൂടി ഒരു പേസിങ്. അത് സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ മാസ് എലമെന്റ്സ് ഒക്കെ കിട്ടി, നമ്മൾ വാസ് സാറ്റിസ്ഫൈഡ്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഐ ഡിഡ് ഫീൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ഡ്രാമയാണല്ലോ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് സമയങ്ങളുണ്ടായിരുന്നു. പിന്നെ പടത്തിന്റെ മ്യൂസിക് ഓവറോൾ വാസ് ജസ്റ്റ് ഓക്കെ. സോങ്സ് ഒന്നും എനിക്ക് വലിയ സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നിയില്ല. അവർ ഓൾറെഡി റിലീസ് ചെയ്തിരുന്ന സോങ്സ് ഞാൻ കേട്ടിട്ടും എനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ല. പടത്തിൽ കാണുമ്പോൾ ഇറ്റ് ഗോസ് വിത്ത് ദ ഫ്ലോ, അല്ലാതെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ BGM ചില മൊമെന്റ്സിലൊക്കെ വാസ് റിയലി നൈസ്. പക്ഷേ ഓവറോൾ മ്യൂസിക് ആൻഡ് BGM വാസ് ഓക്കെ. പിന്നെയുള്ളത് ക്ലൈമാക്സിലൊരു സോങ് ഉണ്ട്, അത് കുറച്ച് ലെങ്ത് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം അവർ ക്ലൈമാക്സ് ഫൈറ്റ് വിത്ത് സോങ് ആണ് അവർ ചെയ്തേക്കണേ. ആ ഒരു ഐഡിയ ഒക്കെ നൈസാണ്, പക്ഷേ ആ സംഭവം ഇച്ചിരി ലെങ്ത് കൂടിപ്പോലെ തോന്നി. ഫൈറ്റും കുറച്ച് ലോങ് ആയി. അതിന് അവർ ഫൈറ്റ് സോങ്ങിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ലെങ്ത് ആക്കി വെച്ചാണെന്ന് അറിയില്ല. പക്ഷേ ഓവറോൾ ആ ഫൈറ്റും സോങ്ങും ഫെൽറ്റ് ലിറ്റിൽ ലോങ്ങർ. ആൻഡ് ഈവൻ ഫൈറ്റ്സിന്റെ കാര്യം പറയുമ്പോഴും നത്തിങ് സ്പെഷ്യൽ. നമ്മൾ സ്ഥിരം കാണാറുള്ള അടി കുറച്ച് മസാല എലമെന്റ്സ് ഒക്കെ ഉള്ള സംഭവം അല്ലാതെ നമ്മൾ ഈ പടത്തിൽ കുറച്ച് നൈസ് ലെവലിൽ പ്രതീക്ഷിച്ചിരുന്നു. എയ്തർ ഒരു ഇന്റർനാഷണൽ ലെവൽ കുറച്ച് സ്റ്റണ്ടുകൾ കാണാൻ പറ്റുന്നു, ഈവൻ അല്ലാത്ത സ്റ്റണ്ട് ആണെങ്കിൽ പോലും കുറച്ച് നൈസ് ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഒരു ചെറിയ ഇഷ്യൂ, എൻ്റെ ക്യാമറ നൈസ് ആണെങ്കിലും എന്നെ ചെറുതായിട്ട് ബോദർ ചെയ്തൊരു ഇഷ്യൂ ആയിരുന്നു. ഇവരുടെ സ്ലോമോ ഷോട്ട്സ് ഉണ്ട്, ചില നൈറ്റ് ഷോട്ട്സും അല്ലാത്തപ്പോഴൊക്കെ ഭയങ്കര ഗ്രെയിനി ആയിട്ട് തോന്നി എനിക്ക്. അത് ഞാനിവിടെ 120 FPS ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ തന്നെ എനിക്കിവിടെ ഗ്രെയിൻസ് കിട്ടി. എനിക്കറിയാം ഏകദേശം എന്തായിരിക്കും സീനെന്ന്. പക്ഷേ പടത്തിൽ നമ്മൾക്ക് കാണുമ്പോൾ ഒരു ഇച്ചിരി ഇറിറ്റേറ്റിംഗ്. നമ്മൾ അത്രയും വലിയൊരു സ്ക്രീനിൽ കാണുമ്പോൾ ഇച്ചിരി അനോയിങ് ആയിട്ട് തോന്നി. അത് അവർക്ക് ഇതർ ലൈറ്റിംഗ് വെച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ നമുക്കതിൻ്റെ ലോജിസ്റ്റിക്സ് അറിയില്ല. സോ മേ ബി അവർക്ക് അത്രയായിരിക്കും മാക്സിമം ചെയ്യാൻ പറ്റിയത്. പക്ഷേ വെൻ ഐ സോ ദ ഗ്രെയിൻസ് ഐ വാസ് ലൈക്ക് എന്നാലും ആ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ചെറുതായിട്ട് ഹിൻഡർ ചെയ്തു. സോ ഓവറോൾ അതാണ്. പടത്തിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് എനിക്ക് തോന്നിയെങ്കിലും പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഐ വാസ് റിയലി എൻജോയിങ് ഇറ്റ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പടം കണ്ട് ഇപ്പോൾ 2 ദിവസമായി. അതുകൊണ്ടായിരിക്കും ഞാൻ ആലോചിച്ച് പിടിച്ചായിരിക്കും എനിക്ക് ഇത്രയും പോയിന്റ്സ് വന്നത് പോലും. ഞാൻ പടം കണ്ട് അന്ന് തന്നെ ഇറങ്ങി റിവ്യൂ പറയായിരുന്നു ചിലപ്പോൾ അടിപൊളി പടം, ജങ്കൻ പടം എന്ന് ചിലപ്പോൾ പറഞ്ഞേനെ മിക്കവാറും.
പക്ഷേ ഇത്രയൊക്കെയാണ് എനിക്കൊരു ഇഷ്യൂസ് പോലെ തോന്നിയത്. ആലോചിച്ചാൽ ചിലപ്പോൾ ഇനിയും ഇഷ്യൂസ് കിട്ടുമായിരിക്കും. സോ ഓവറോൾ എനിക്കതാണ് തോന്നിയത്. ഐ റിയലി എൻജോയ്ഡ് ദ മൂവി വാച്ചിങ് എക്സ്പീരിയൻസ്. പക്ഷേ പടത്തിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് സ്റ്റിൽ വർക്ക്ഡ് ഫോർ മോസ്റ്റ് ഓഫ് ദ പാർട്ട്. സോ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കാണുമായിരിക്കും. ഇനി നമ്മുടെ നാട്ടിൽ ആരെങ്കിലും കാണാത്തവരുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ കാണാത്തവരുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പോയിലേഴ്സ് ഒന്നും പറയാണ്ടിരുന്നത്. പടത്തിന്റെ ലാസ്റ്റ് 2 റിവീലൊക്കെ വരുന്നുണ്ട്. ആ 2 പേരെയും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ആ സംഭവമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ താഴെ പറയുക. സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം.